ഒരു സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ് ആവണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. Just like how you're thinking for White Talks, when you start thinking for yourself, that's when you really start becoming, a successful human being. So it was from within my own heart and within my own desire that I decided to do civil service. I found White Talks as such a thing that the more I find out about it, the more good it seems to be. അപ്പം തന്നെ പിള്ളേരുടെ സംസാരം കേട്ടപ്പം തന്നെ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ദേ ആർ ടോക്കിംഗ് സോ സ്മാർട്ട്ലി, സോ നൈസ്ലി. ലൈക്ക് ഐ തിങ്ക് ഈവൻ കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടുണ്ട്. ദ വേ ദ വെബ്സൈറ്റ് ആൻഡ് ഓൾ വാസ് എക്സ്പ്ലെയിൻഡ്, സോ ഇറ്റ് ഫെൽറ്റ് വെരി ഗുഡ്. അടുത്തതായി ഞാൻ ക്ഷണിക്കാൻ പോകുന്നത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഞാൻ ഉൾപ്പെടുന്ന ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രദേശമായ കായംകുളത്തിന്റെ അഭിമാന പാത്രം. അർപ്പണബോധത്തോടു കൂടി പഠിച്ച് സിവിൽ സർവീസിൽ 57ാം റാങ്കോട് കൂടി പാസ്സായ ബഹുമാനപ്പെട്ട വീണ എസ് സുധൻ മാമിനെയാണ്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടല്ലൂർ തെക്ക് കടേത്തറയിൽ റിട്ടയേർഡ് ലഫ്റ്റനന്റ് കേണൽ പി ശ്രീസുധന്റെയും ശ്രീലതയുടെയും മകളായി ജനിച്ചു. കഴിഞ്ഞ 2 തവണയും സിവിൽ സർവീസ് പരീക്ഷ എഴുതിയ വീണ മാമിന് റെയിൽവേ ട്രാഫിക് സർവീസിലും പോലീസ് സർവീസിലും പ്രവേശനം ലഭിച്ചുവെങ്കിലും IAS മോഹത്താൽ വീണ്ടും പരീക്ഷ എഴുതി. ഇത്തവണ IAS ഉറപ്പാക്കി 57ാം റാങ്ക് നേടി മുൻനിരയിലെത്തി. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാനും നമ്മോട് സംസാരിക്കുവാനും ഞാൻ വീണ മാമിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Hello, good evening to everybody. Thank you for inviting me here. I'm very happy to be here because this is such a good initiative. എനിക്ക് തോന്നുന്നു വിനീത മാം മെസ്സേജ് ചെയ്തായിരുന്നു ഫ്യൂ ഡേയ്സ് ബിഫോർ. അപ്പം ഇതിന്റെ മുമ്പേ ഞാൻ വൈറ്റ് ടോക്സിനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലായിരുന്നു. പക്ഷെ മാം കുറെ വീഡിയോസും ഇതും ഒക്കെ അയച്ചു തന്നു. സോ ഐ സ്റ്റാർട്ടഡ് ബ്രൗസിങ് ത്രൂ ഇറ്റ്. അത് ബ്രൗസ് ചെയ്ത് അതിന്റെ സംഭവം എന്താന്ന് കണ്ടപ്പോൾ ഐ വാസ് സോ ഹാപ്പി, എക്സ്ട്രീംലി ഹാപ്പി. പിന്നെയും നമ്മൾ ചില സംഭവങ്ങളെ കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. സോ ഐ ഫൗണ്ട് വൈറ്റ് ടോക്സ് ആസ് സച്ച് എ തിങ് ദാറ്റ് ദ മോർ ഐ ഫൈൻഡ് ഔട്ട് അബൌട്ട് ഇറ്റ്, ദ മോർ ഗുഡ് ഇറ്റ് സീംസ് ടു ബി. സോ വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണിത്. എസ്പെഷ്യലി സിൻസ് ഫ്രീ ടൈം, ദിസ് ഇസ് നോട്ട് യുവർ ജോബ് ഓർ എനിത്തിങ്. ഇതിനു വേണ്ടി സ്പെഷ്യലി ടൈം കണ്ടെത്തി ടു ഹെൽപ്പ് മോൾ ദ ചിൽഡ്രൻ. ഇറ്റ്സ് വെരി ഗുഡ് ബിക്കോസ് നമ്മൾ IAS IPS ഓഫീസേഴ്സ് ഒക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന കേൾക്കാറുണ്ട്. ലൈക്ക് അവർ ഇത് ചെയ്തു, അത് ചെയ്തു, സ്കൂളിൽ പോയി പിള്ളേർക്ക് ലെക്ചർ കൊടുത്തി. ദാറ്റ് ഈസ് ആൻ ഓൾ പാർട്ട് ഓഫ് ദെയർ ജോബ്. അവർക്ക് അവരുടെ ഒരു എല്ലാം അവർക്ക് ഗവൺമെന്റ് ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഇതൊക്കെ ചെയ്യാനാണ്. പക്ഷെ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് പേഴ്സണലായിട്ട് ഇതിനു വേണ്ടി ടൈം കണ്ടുപിടിച്ച് ചെയ്യുന്ന ഇസ് എ വെരി ഗുഡ് തിങ്. ആൻഡ് വാട്ട് ഐ റിയലി ലൈക്ക് ഇസ് ദാറ്റ് ഇപ്പൊ നമ്മൾ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ പോളിസി, ഇപ്പൊ ഒരു ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഒക്കെ ഉണ്ട്. അതെടുത്ത് നോക്കി അതിനകത്ത് നമുക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്, റാഷണൽ തിങ്കിങ് അത് എങ്ങനെ കൂട്ടാവുന്നെന്ന് വെച്ചാൽ എങ്ങനെ അത് ഇംപ്രൂവ് ചെയ്യണം. That is a big question that education policy of our country faces, because നമ്മൾ എത്ര പോളിസി ഉണ്ടായാലും അത് ഗ്രൗണ്ട് ലെവലിൽ വന്ന് പിള്ളേർക്ക് അത് ഒരു എഫക്റ്റീവ് ഒരു ഔട്ട്കം കിട്ടാൻ അത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. എസ്പെഷ്യലി ഇന്ത്യ നമ്മൾ ബേസിക് ലേണിംഗിൽ തന്നെ ഭയങ്കര പുറമോട്ടാണ്. നമ്മളിപ്പോ റിപ്പോർട്ട്സ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കി. അപ്പൊ ഇത് സിവിൽ സൊസൈറ്റിന്ന് ഇങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് ഉള്ളതിന് വെരി നൈസ് ടു സീ ബൈ ബിനോയ് സർ ആൻഡ് വിനീത മാം. കുഡോസ് ടു യു ഗൈസ്. ആൻഡ് ഇപ്പം തന്നെ പിള്ളേരുടെ സംസാരം കേട്ടപ്പം തന്നെ ഐ വാസ് വെരി ഹാപ്പി ബിക്കോസ് ദേ ആർ ടോക്കിംഗ് സോ സ്മാർട്ട്ലി, സോ നൈസ്ലി. ലൈക്ക് ഐ തിങ്ക് ഈവൻ കോർപ്പറേറ്റ് ഓഫീസിൽ തന്നെ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടുണ്ട്. ദ വേ ദ വെബ്സൈറ്റ് ആൻഡ് ഓൾ വാസ് explained, so it felt very good. And and the idea that kids have to explain why, that is so good because പലപ്പോഴും in our society, in schools, anywhere പിള്ളേർ why എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മിണ്ടാതിരിക്കും. ഇത് അങ്ങനാണ്, അങ്ങനെ നടക്കുന്ന സംഭവമാണ്, so you don't question it, just do it. അങ്ങനത്തെ ഒരു സൊസൈറ്റി at times we do. so അതിൽ നിന്ന് മാറ്റി പിള്ളേരെ ഒരു റാഷണൽ ആയിട്ട് ചിന്തിക്കാൻ തിങ്കിങ് പ്രോസസ്സ് കൊണ്ടുവരാൻ നോക്കുന്ന so good. And the best part is not just the students, even adults learn a lot from when kids question, right?
I would harp on about it, but I think you guys will like to know some of my life experiences also and how I reached here, so that maybe it will help motivate you or achieve your dreams. And I expect the younger generations to have bigger dreams, like way bigger dreams than cracking civil services. I want you guys to have dreams like becoming great entrepreneurs, creating new discoveries, doing research and development, taking India, creating maybe human civilization on Mars. So I have greater expectations from the younger generation, and I want you guys to dream even bigger than civil service. But right now, since I am here, I will explain how I continued, okay, on my journey. So I think ഏറ്റവും നല്ലൊരു കാലമാണ് വെൻ വി ആർ കിഡ്സ്. അപ്പൊ ഞാനും കൊച്ചിലെ കിഡായിരുന്നപ്പോൾ എനിക്ക് കളിക്കാനും ഹോബീസിലും അതൊക്കെയായിരുന്നു വലിയ താല്പര്യം, റാദർ ദാൻ സിറ്റിംഗ് ആൻഡ് സ്റ്റഡിങ് ഓൾ ദി ടൈം. ഓക്കെ, അപ്പൊ ഐ യൂസ് ടു സ്റ്റഡി ആൻഡ് ഐ യൂസ് ടു സ്കോർ വെൽ ആൻഡ് ഫൈൻ ഓൺലി. പക്ഷേ മാക്സിമം ടൈം ഐ ലൈക്ക് ടു പ്ലേ, ഐ ലൈക്ക് ടു റീഡ് ബുക്സ്, ആൻഡ് ഐ തിങ്ക് ദാറ്റ് റിയലി ഹെൽപ്പ് മീ ഇൻ ക്വസ്റ്റ്യനിങ്. സോ എനിക്ക് ജെന്വൻ ആയിട്ട് ഒരു ഇതുണ്ടായിരുന്നു, ലൈക്ക് ഇഫ് എനിബഡി ടെൽസ് മീ എനിത്തിങ്, I just don't listen to one person. I have to know idenda ingana. So I will go and till I guess 8th standard I only had access to library. Adu kanitte internet vannu. So constantly internet la endu doubt undayalum google edu nokkuvairunnu. So that way I was very much into this knowing, like why is this happening. And I was not really into science or maths or anything, but I really loved history, and I used to like school la book varumbam like maths ഒന്നും ഞാൻ തുറന്നേ നോക്കാറില്ലായിരുന്നു. And but history notebooks, I used to just take it and read it, and I used to love doing that. So that was my childhood, and I believe that childhood is the best time, and we should not എപ്പോഴും നമ്മൾ അപ്പം sometimes we see that നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുന്ന only for സ്റ്റഡീസിനാണ്. ടോപ്പറായി കുട്ടി, ഫസ്റ്റ് വന്നു, ഇതൊക്കെ എന്ന് വെച്ചാൽ ഇറ്റ്സ് ഗുഡ്, വെൽ ആൻഡ് ഫൈൻ, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ലൈഫ് ആൻഡ് ദാറ്റ് ഈസ് നോട്ട് ഹൗ യു ബിൽഡ് യുവർ പേഴ്സണാലിറ്റി. നമ്മുടെ ഒരു ഹോളിസ്റ്റിക് ഒരു ഡെവലപ്മെന്റ് ആണ് അതിന് വേണ്ടുന്നത്. എസ്പെഷ്യലി ബിക്കോസ് നമ്മുടെ ഇപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറെ സാധനങ്ങളൊക്കെ ചുമ്മാ അങ്ങ് മകപ്പ് ചെയ്ത് പഠിച്ച് അത് റീപ്രൊഡ്യൂസ് ചെയ്താൽ ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടുമെന്നിരിക്കും. പക്ഷെ ഒരു സക്സസ്ഫുൾ ഹ്യൂമൻ ബീങ് ആവണമെങ്കിൽ നമ്മൾ ചിന്തിക്കണം. Just like how you're thinking for White Ox. When you start thinking for yourself, that's when you really start becoming, a successful human being. Along with thinking, That's a good. along with thinking, definitely you need other components like compassion and empathy, that motivating factors. So for me, this thing happened, like why I want to help people or why I want to do this was when I was a kid. അപ്പോൾ നമ്മളെല്ലാം ചെറുതായിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ അമ്മയും അച്ഛനും ഒക്കെ നമ്മളെ ടെമ്പിളിൽ കൊണ്ടുപോകും, മോസ്കിൽ കൊണ്ടുപോകും, ചർച്ചിൽ കൊണ്ടുപോകും. എന്നിട്ട് പറയും pray to God, and and ask for help for your family, your siblings and everybody. So my mom also took me to temple, and she said, this is God, now pray to God and ask for well-being of the family. And as a child I was very much surprised. I was like, this is God is like a very powerful omnipotent being, so if I can ask anything, he will give it to me. So in my little heart I started wondering, like how can I just ask for the well-being of my family to such a big entity. So I started asking to God, please bring world peace. And every time I would go to temple, I would ask this only. And sooner I started realizing that world was not still at peace. So that's when I realized that there are people who are actually working on the ground in many ways, whether they are NGOs, whether they are common people doing little goods, whether they are civil servants. So I will also become part of something. At that time I was not sure what it is, but I will become part of such an organization from where I can make the world a better place. But that was the only tiny thought I had back then from my own thinking. Okay, so after that definitely life goes on, and I liked history, but 10th and 11th poor I didn't have the what do you say,
I didn't have the confidence to pick history because even though I liked it, I was not very confident what I will do after picking history. So I reluctantly chose science background, and like I think most people in India, I also did science. And while doing science, I asked myself what I want to do. But such questions like what I want to do in life at that point was not clear to me. I think you kids may be very smarter and know what, because there are many people who dream like what they're going to be when they're kids itself. Like I know many people who want to become IAS officers, IAS officers when they're kids itself. But I had no such, epiphany. I studied science, then I did engineering, and while doing engineering also, I was okay only. I was scoring well and things, but I knew that this is not my cup of tea. And fourth year, I realized that I have to do something with respect to civil service. അങ്ങനെയാണ് the second my college finished, I took my bags and I went to Trivandrum and I started preparing for IAS. So I civil services, right? So that's when my new journey took place. And coming to civil service was definitely a revelation, because this was something I took by myself. Okay, ഇത് ഞാൻ സ്വന്തമായിട്ട്, അല്ലാതെ എന്നെ ആരും സപ്പോർട്ട് ഉണ്ടായിരുന്നു ഫാമിലിയുടെ, പക്ഷെ ആരും എന്നെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവിട്ടല്ല. സോ ഇറ്റ് വാസ് ഫ്രം within my own heart and within my own desire that I decided to do civil service. So after coming to civil service, the point is that നമ്മള് സിവിൽ സർവീസിന് കുറെ പഠിക്കാനുണ്ട്, പക്ഷെ ഒത്തിരി പാടുള്ള സബ്ജക്ട്സ് ഒന്നും അല്ല പഠിക്കാനുള്ളത്. ഭയങ്കര ജനറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പഠിക്കാനുള്ളത്. ഒരു നിങ്ങൾ സ്കൂളിൽ ഇപ്പം പഠിക്കുന്നില്ല, 6th 7th 8th ഒരു 10th വരെ പഠിക്കുന്നത്, അതാണ് സിവിൽ സർവീസിന്റെ ബേസിക് ബുക്സ്, NCERTs. സോ നമുക്ക് ഭയങ്കര ടഫ് ആയിട്ടുള്ള സംഭവമല്ല പഠിക്കാനുള്ളത്, പക്ഷെ ഒത്തിരി പഠിക്കാനുണ്ട്, എല്ലാം പഠിക്കണം. From history, geography, polity, international relations, economics, environment, science and technology, ethics, aptitude. അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിക്കാൻ കുറെ സമയം എടുക്കും. അപ്പം അത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്കൊരു എന്താ പറയണേ, what actually it means to make your goals come true. That is not just about how smart you are അല്ലെങ്കിൽ എത്ര ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, പക്ഷെ it's about how you work and how much you can push yourself. Because ഇപ്പം തന്നെ നമുക്ക് അറിയാം, like some people are good at something, right? അപ്പം അവരുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് കാണുന്നു, ചിലർ പാടാൻ ഭയങ്കര നല്ലതായിരിക്കും, പക്ഷെ what is the difference between a very very good singer and somebody who has talent to sing? അതാണ് എനിക്ക് സിവിൽ സർവീസ് പ്രിപ്പറേഷനിലൂടെ മനസ്സിലായത്. So when I came to civil service, another decision I took was that if you look now, kids will realize one thing. Even civil servants, sometimes they don't ask the question why. ഇപ്പൊ നമ്മൾ സർവീസിൽ പോകുമ്പോൾ തന്നെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ട്. എല്ലാവരും IAS, മാക്സിമം പീപ്പിൾ ചൂസ് IAS. അത് കഴിഞ്ഞിട്ട് സം പീപ്പിൾ ചൂസ് IFS ആൻഡ് ദെൻ പീപ്പിൾ ചൂസ് IPS, അങ്ങനെയൊക്കെ. അപ്പൊ അതും many times we don't ask ourselves like why I want to be IAS officer, why I want to be IPS officers. Many of us feel it is the best thing to do because എല്ലാരും പറയും like IAS വലിയ സംഭവം, കളക്ടർ ആണോ SP ആണോ, അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വെച്ചിട്ടും a lot of people just join. But I did not want to follow the herd mentality. So ഞാനിത് പഠിക്കാൻ തുടങ്ങിയപ്പം I was constantly questioning myself, right, whether I want to do it and whether it will have a desired impact on the society. സോ ഞാനിത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് പിന്നെയും ഒരു വേൾഡ് ഹിസ്റ്ററി, ഇന്റർനാഷണൽ റിലേഷൻസ്, ഡിപ്ലോമസി, അതൊക്കെ ആയിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നി. സോ വെൻ ഐ വെന്റ് ഐ വാസ് ഇൻട്രസ്റ്റഡ് ഇൻ IAS, പക്ഷെ ഐ ചേഞ്ച്ഡ് മൈ പ്രിഫറൻസ് ടു ഇന്ത്യൻ ഫോറിൻ സർവീസ്. അങ്ങനെ ആണ് ഞാൻ 2 പ്രാവശ്യം എഴുതി, എനിക്ക് രണ്ടാമത്തെ പ്രാവശ്യം IPS കിട്ടി. എന്നിട്ട് ഞാൻ എഴുതി ഫോറിൻ സർവീസ് കിട്ടിയത്, ഫോറിൻ സർവീസിന് വേണ്ടി എഴുതിയത്. So like you never stop asking yourself why, and I have constantly asked myself why to myself, and now the answers are so readily available on Google. And whenever someone tells me something, no, I don't take it like believe it. I always take 2-3 opinions
2-3 പെർസ്പെക്ടീവ്സ് എന്നിട്ട് ഗൂഗിൾ ചെയ്യും, എന്നിട്ട് ഐ ബിലീവ് ദാറ്റ് തിങ്. എസ്പെഷ്യലി ഇപ്പോഴത്തെ കാലത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ബിക്കോസ് എത്രമാത്രം ഇൻഫർമേഷൻ ആണ് നമുക്ക് അറ്റ് അവർ ഫിംഗർ ടിപ്സ്. അതും കുറെ കൺഫ്യൂസിങ് ഇൻഫർമേഷൻ കാണും, കുറെ ഫേക്ക് ഇൻഫർമേഷൻ കാണും. So it becomes all the more important for us to, you know, ask ourselves, think rationally, think logically. So during my civil service preparation, as I said, what I understood that goals aptitude in alla varunathu, and there are more to it. So one thing I realized is that no matter uh, like you have your talent, you have your aptitude, പഠിക്കാൻ പറ്റും, നല്ലോണം ക്രിട്ടിക്കലി അനലൈസ് ചെയ്യാൻ പറ്റും, പാടാൻ പറ്റും, അല്ലെങ്കിൽ നല്ലോണം ഓടാൻ പറ്റും, നല്ല ഫിസിക് ഉണ്ട്, ഇങ്ങനത്തെ കുറെ ടാലന്റ് ആണ്. പക്ഷെ അതല്ലാതെ നമുക്ക് മാറ്റർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആറ്റിറ്റ്യൂഡാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, നമുക്കൊരു ചാലഞ്ച് വരുമ്പം നമ്മൾ എങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നത്, നമ്മളത് ബ്രേക്ക് ഡൗൺ ആവോ, അതോ നമ്മൾ അതിനെ പോസിറ്റീവ്ലി നോക്കുവോ, നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ. എസ്പെഷ്യലി സിവിൽ സർവൻസിന് ഈ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം IPS ആകുമ്പോൾ നമ്മൾ തോന്നും, ഓ പെട്ടെന്ന് കുറെ സബോർഡിനേറ്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ഒരു ഡിസ്ട്രിക്റ്റിന്റെ ഹെഡ് ആവും നമ്മളൊരു വിത്തിൻ 2-3 years. സോ വി തിങ്ക് ദിസ് പേഴ്സൺ ഹാസ് സോ മച്ച് പവർ. പക്ഷെ അത് നമുക്ക് ഭയങ്കര ഒരു ഹെക്ടിക്, ഭയങ്കര ഒരു റെസ്പോൺസിബിലിറ്റി ഉള്ള ജോബാണ്. നമ്മൾ അത്ര ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്ത് വെക്കണം. അപ്പൊ നമുക്കൊരു പോസിറ്റീവ്, ഒരു ഓപ്റ്റിമിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് വേണ്ടത് വളരെ ആവശ്യമാണ്. ദാറ്റ്സ് വാട്ട് ഐ ഫെൽറ്റ് ഡ്യൂറിങ് സ്റ്റഡിങ് ഓൾസോ. ബിക്കോസ് നമ്മൾ കുറെ മണിക്കൂർ ഇരുന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഒരു ഒപ്റ്റിമിസ്റ്റിക് ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുന്ന എപ്പോഴും നല്ലതാണ്. റിയലിസ്റ്റിക് ആവണം, പക്ഷെ someone once said that, you know, realistics, pessimists are usually right, but it's always the optimists that win at the end. Then you can then another thing is that we all know that motivation എന്ന് പറയും എല്ലാവരും. പക്ഷെ the truth in life is that നമുക്ക് മോട്ടിവേറ്റ് ആയിട്ടിരിക്കാൻ കുറച്ച് സമയമേ പറ്റത്തുള്ളൂ. For some time only we can be motivated, but after that what you need is discipline and you know, habit. ഇപ്പൊ നമ്മൾ ഒരു ദിവസം നമ്മൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആയിരിക്കും, എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോ കണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ മോട്ടിവേറ്റ് ചെയ്തപ്പോൾ 2 ദിവസത്തേക്ക് നമ്മൾ ഭയങ്കര മോട്ടിവേഷനിലായിരിക്കും. ഇപ്പം ഞാൻ തന്നെ പഠിക്കാൻ തുടങ്ങിയപ്പം ഭയങ്കര മോട്ടിവേഷൻ കാണും 2 ദിവസം, പക്ഷെ 4ാമത്തെ ദിവസം നമുക്ക് ആ മോട്ടിവേഷൻ കാണത്തില്ല. അത് ഹ്യൂമൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. സോ വാട്ട് യു നീഡ് ഇസ് എ ഹാബിറ്റ് ആൻഡ് എ ഡിസിപ്ലിൻ. ഡിസിപ്ലിൻ ആൻഡ് ഹാബിറ്റ് എന്ന് വെച്ചാൽ രാവിലെ ഞാൻ എണീക്കും, 6 o'clock പഠിക്കാന്ന് വെച്ചാൽ ദാറ്റ് ഷുഡ് ബി യുവർ ഹാബിറ്റ്, ദാറ്റ് യു ഷുഡ് ഡു ഇറ്റ് സബ്കോൺഷ്യസ്ലി. അത് നമ്മൾ എണീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ 6 o'clock ഞാൻ എണീറ്റ് കളിക്കും. മേ ബി സം ഓഫ് യു വാണ്ട് ടു വിൻ ഒളിമ്പിക് മെഡൽ, യുനോ, ദീസ് ആർ ദ ഡ്രീംസ് ദാറ്റ് യുനോ ന്യൂ ഇന്ത്യ ഷുഡ് ഹാവ്. സോ നിങ്ങൾ രാവിലെ എണീറ്റ് കളിക്കും, സോ അത് കളിക്കാൻ പോകും, ട്രെയിനിങ്ങിന് പോകും. സോ ദാറ്റ് ഈസ് വാട്ട് മേക്സ് ഇറ്റ്. അല്ലാതെ ദിവസവും നമുക്ക് മോട്ടിവേറ്റ് ആയിട്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളതൊരു ഇൻഗ്രെയിൻ ഹാബിറ്റ് ഉണ്ടാക്കുമ്പോൾ വി ഡു മച്ച് ബെറ്റർ. സെക്കൻഡ് തിങ് ഈസ് റെസിലിയൻസ്. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കാൻ വലിയൊരു ഫെയിലിയർ വരത്തില്ല ലൈഫിൽ ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, റൈറ്റ്? പക്ഷെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ വി വിൽ ഫേസ് മെനി സെറ്റ് ബാക്സ്. എപ്പോഴും സെറ്റ് ബാക്സ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ അത് we have to stand and, you know, get through it, no matter how many times you fail. Like if you fail 7 times, you should stand up 8 times. Okay. That makes a huge difference, and that is one thing that, you know, makes in life, that will make your life way better. So never be hesitant to try anything new. You know, always welcome failure. Okay, don't you can work for success, but always welcome failure and learn from it. And ലൈഫിൽ നമ്മൾ എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ കുറച്ച് ഫെയിൽ ഒക്കെ ആകുമ്പോഴേ അതൊരു എക്സ്പീരിയൻസ് വരും, ദാറ്റ് യു നോ ഐ ഫെയിൽഡ് ഇൻ ദിസ്. സോ അതിന് ഒരു ലെസൺ കിട്ടും, എന്നിട്ട് നമുക്ക് അതിൽ കൂടെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ നെവർ ഗിവ് അപ്പ്. Then is that the most important thing that we often forget in humans is that നമ്മൾ എല്ലാവരും നല്ല മനുഷ്യരായിരിക്കണം at the end of the day. So അതിനുവേണ്ടി നമ്മളെ കമ്പാഷൻ, എംപതി, കൈൻഡ്നെസ്, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ എത്ര പൈസ ഉണ്ടാക്കിയാലും, ഇപ്പൊ എത്ര നമ്മൾ സക്സസ്ഫുൾ ആയാലും, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ യു ആർ പാർട്ട് ഓഫ് ദി സൊസൈറ്റി. അപ്പം നമ്മൾ അവരുടെ സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടി തന്നെ വർക്ക് ചെയ്യണം. Because kindness, and especially today's Gandhi Jayanti also. So like Gandhiji work, he was an extraordinary human. His entire life was dedicated to social work. പക്ഷെ അതിന്റെ ഒരു ചെറിയ
എല്ലാ എലിമെന്റ്സും നമ്മുടെ വേണം. ഇപ്പം ഗാന്ധിജി ഹാസ് ഗിവൺ this dictum like whenever in life you have some I'm not quoting the exact thing, but life will whenever you have any confusion and you're not able to make a decision, he has said that imagine the face of the poorest person you have seen, the most poor person you have seen, and think that the decision that you make, will it have a positive impact on that person? And if that decision is having a positive impact on that person, then it is a good decision. So at the end of the day, kindness, empathy, compassion are what makes us human. This is what I realized through my journey. Definitely ups and downs, but life, and what we can do is embrace all of it. A good initiative, and because I think it got cut in between. Right. Hello. Audible. Okay. So hello. കേൾക്കാൻ കഴിയുന്നുണ്ട്. മാം ഇപ്പോൾ മ്യൂട്ടാണ്. ഹലോ. ഓഡിബിൾ ആണ്. ഇപ്പം കേൾക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് വരുന്നതിന് വളരെയേറെ സന്തോഷമുണ്ട്. ബിക്കോസ് ദ ഇമ്പാക്ട് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഹാവ് ഇസ് ഗോയിങ് ടു ബി വെരി ലോങ് ലാസ്റ്റിംഗ്. ആൻഡ് ഐ ഹോപ്പ് ഇനിയും പിള്ളേർ വരട്ടെ, നിങ്ങളുടെ എല്ലാ ഫേസസും നല്ലോണം കംപ്ലീറ്റ് ആവട്ടെ. ആൻഡ് ഹോപ്പ്ഫുള്ളി I will follow up like what is happening with White Talks, definitely, because it seems like a very interesting initiative. Thank you. Thank you. Thank you, Veena ma'am. Thank you, ma'am. Thank you. Amrita Varshini, 1 minute, please. Yes. Amrita Varshini. Okay, sir. If anybody is interested to ask few questions, we can spare 10 minutes. Is it okay, ma'am? Yes, yes. Okay. കുട്ടികൾക്ക് രക്ഷിതാക്കൾക്കും ആർക്കെങ്കിലും സിവിൽ സർവീസ് പരീക്ഷയെ കുറിച്ചോ അതല്ലെങ്കിൽ മാമിനോട് മറ്റെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 10 minutes. ഹായ് മാം. ഹലോ മാം, എന്റെ പേര് വന്ദന ആൻജി. ഞാൻ 10th പഠിക്കുന്നത്. ഓക്കെ. വൈറ്റ് ടോക്സിലെ വൈഗാജി 4th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന വൈഗയുടെ ചേച്ചിയാണേ. അപ്പൊ മാം, എന്റെ ഏറ്റവും വലിയ ഡ്രീമാണ് IAS എടുക്കാന്നുള്ളത്. അപ്പം ഇപ്പൊ നമ്മൾ എന്ത് തൊട്ടാണ് പഠിച്ചു തുടങ്ങേണ്ടത് എന്നൊരു ഡൗട്ട് ഉണ്ട്, ഒന്ന് പറഞ്ഞുതരാവോ? ഇപ്പം സാധാരണ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ എൻ്റെ അടുത്ത് എന്ത് പഠിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളതെന്ന് വെച്ചാൽ യു ഷുഡ് എൻജോയ് യുവർ സ്കൂൾ ലൈഫ്. ബിക്കോസ് ലെറ്റ് മീ ടെൽ യു, നിങ്ങൾ ഈ പഠിക്കുന്ന സംഭവമൊക്കെ ഇല്ലേ, NCERT ഫ്രം 6th 7th 8th 9th, അതാണ് ഇതിന്റെ ബേസിക്സ്. അപ്പം സ്കൂളിലുള്ള സംഭവങ്ങളൊക്കെ നല്ലോണം പഠിക്കുക. ദാറ്റ് ഈസ് വൺ തിങ്. അത് നിങ്ങളുടെ എക്സ്ട്രാ എഫേർട്ട് ഒന്നും ഇടണ്ട. സ്കൂളിൽ അവർ പഠിപ്പിക്കുന്ന സാധനം നല്ലോണം തന്നെ പഠിക്കുക. പിന്നെ വേറെ ഒരു കാര്യം UPSC ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. അപ്പൊ ഞാൻ പലരും കാണാറുണ്ട്, ഈ പഠിച്ചെടുക്കാനുള്ള സംഭവം ഇല്ലേ, എഴുതിയെടുക്കാനുള്ള പ്രിലിംസ് മെയിൻസ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള സംഭവം എന്ന് വെച്ചാൽ നമുക്ക് 1 വർഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം അത് നമ്മള് കൊച്ചിലെ തൊട്ട് ബിൽഡ് ചെയ്യുന്നതാണ്. സോ ദാറ്റ് ഈസ് വാട്ട് യു ഷുഡ് ബിൽഡ് അപ്പ്. ഒരു ഹോളിസ്റ്റിക് പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യാൻ നോക്കുക. എക്സ്ട്രാ കരിക്കുലറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, കോ കരിക്കുലറി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചുറ്റുപാടും എന്താ നടക്കുന്നതെന്ന് അറിയാം, അതാണ് വെരി ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ അതിന്റെ സൊല്യൂഷൻസ് ആലോചിക്കുക, റൈറ്റ്? അതൊക്കെയാണ് നമ്മൾ കൊച്ചിലെ ചെയ്യേണ്ടത്. അല്ലാതെ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി എക്സ്ട്രാ ക്ലാസ് എടുത്ത് അത് പഠിക്കണം ഇത് പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. അത് നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. പിന്നെ അവസാനം അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് വലിയ ബെനിഫിറ്റ് ഉണ്ടാവാൻ വലിയ സാധ്യതയില്ല. ചെറിയ ബെനിഫിറ്റ് ചിലപ്പം കാണുമായിരിക്കും, പക്ഷെ
സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്ത് സ്കൂളിലെ കാര്യങ്ങൾ പഠിച്ച് സ്വന്തം കോ കരിക്കുലർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ചെയ്ത് സറൗണ്ടിങ്സിനെ പഠിക്കുക, നമ്മുടെ ചുറ്റുപാട് അറിയുക, നമ്മളെ അറിയുക, പിന്നെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നോക്കുക. അതൊക്കെ ആയിരിക്കും കുറച്ചുകൂടി ഒരു നല്ല സ്റ്റെപ്സ്. താങ്ക് യു മാം. മാം, തുടക്കത്തിലെ മാം പറഞ്ഞു വൈറ്റോക്സിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒരു അനാലിസിസ് നടത്തിയിട്ടുണ്ട് ചെറിയ രീതിയിലെങ്കിലും എന്ന്. അപ്പോ മാം ഇപ്പം സൂചിപ്പിച്ച നമ്മുടെ കുട്ടികൾക്ക് വേണ്ട ചില സ്കില്ല് എടുത്തു പറഞ്ഞു. ഇപ്പോ ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ്ങിന് പോകുന്നതിനേക്കാൾ ഉപരിയായിട്ട് നാം കുട്ടികളെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി പഠിക്കുക, അതിനൊപ്പം തന്നെ മറ്റു കാര്യങ്ങളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് മാം പറഞ്ഞു. അപ്പോ വൈറ്റോക്സിന്റെ പ്രവർത്തനങ്ങള് മാം മനസ്സിലാക്കിയത് അത് ഇത്തരം ഈ ഒരു രീതിയിലേക്ക് കുട്ടികളെ എത്തിക്കാൻ വൈറ്റോക്സിന് അതിന്റെ പ്രവർത്തനങ്ങളിൽ ഏതൊക്കെ രീതിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് സാധിക്കുമായിരിക്കും? ഇപ്പം ചെയ്യുന്നത് വളരെയേറെ നല്ലതാണ്. ലൈക്ക് എസ്പെഷ്യലി ഇപ്പൊ എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്, നല്ലോണം പഠിക്കും, നല്ല വിവരം ഉണ്ടാവും, പക്ഷെ അവർക്കൊരു വലിയ ഡ്രോബാക്ക് ആണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണത്തില്ല. അത് എസ്പെഷ്യലി കേരളത്തിൽ നല്ല പഠിക്കുന്ന പിള്ളേരായിരിക്കും, പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, അതും എസ്പെഷ്യലി ഇൻ ഇംഗ്ലീഷ്. അപ്പം വൺ തിങ് ഐ അഗ്രി, ലൈക്ക് നമ്മൾ എപ്പോഴും നമ്മുടെ മദർ ടങ് നല്ലോണം അറിഞ്ഞിരിക്കണം. ദർ ഇസ് നോ ബിക്കോസ് അത് നമ്മുടെ ഒരു കൾച്ചറൽ ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അപ്പൊ അതിൽ സംസാരിക്കുന്ന വളരെയേറെ നല്ലതാണ്. ഓക്കെ, പക്ഷെ വാട്ട് ഐ ഹാവ് ഫെൽറ്റ് ഇസ് ദാറ്റ് മെനി പ്ലേസ് ഇത് പിള്ളേർ നല്ലോണം മലയാളത്തിൽ സംസാരിക്കായിരിക്കും, ചിലവർക്ക് ഫുൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ കാണും. അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കോൺഫിഡൻസ് ഡൗൺ ആയി പോകും. ചില ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാരുടെ ഇടയ്ക്ക് വരുമ്പോൾ ദേ ഫീൽ എ ലിറ്റിൽ ഡൗൺ. എസ്പെഷ്യലി ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഞങ്ങൾക്ക് ഇന്റർവ്യൂവിലും മെനി പീപ്പിൾ ഹാവ് ദാറ്റ്. അപ്പൊ അവർക്ക് എല്ലാം അറിയായിരിക്കും, പക്ഷെ തുറന്ന് സംസാരിക്കാൻ ഇച്ചിരി പാടായിരിക്കും. സോ കുട്ടികൾക്ക് മാക്സിമം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, പിന്നെ എന്തെങ്കിലും നല്ല ഹോബീസ്, ഒരു സ്കില്ല് എപ്പോഴും കുട്ടികൾ പിക്കപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് നമ്മുടെ ബ്രെയിനും ഡെവലപ്പ് ആകാൻ നല്ലതാണ് ഈ മ്യൂസിക്കോ ക്രിയേറ്റീവോ അങ്ങനത്തെ ഒക്കെ അത് ചെയ്യുമ്പം. പിന്നെ എപ്പോഴും നല്ല ഫീഡ്ബാക്ക് കിട്ടുന്നത് അവർക്ക് നല്ല സന്തോഷമായിരിക്കും. സോ ഐ തിങ്ക് വാട്ട് യു ഗൈസ് ഹാവ് പ്ലാൻഡ് ഔട്ട് ഇസ് വെരി ഗുഡ്. അത് നല്ലോണം ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞാൽ ദേ വിൽ ഡെഫിനറ്റ്ലി ബെനിഫിറ്റ് എ ലോട്ട്. താങ്ക് യു. മാം, എന്റെ പേര് അമൃതവർഷിനി എന്നാണ്. മാം, സിവിൽ സർവീസ് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു തരാമോ? ആക്ച്വലി എല്ലാരും പറയുന്നത് സിവിൽ സർവീസ് തിരഞ്ഞെടുക്കുന്ന കാരണം എന്ന് വെച്ചാൽ നമുക്ക് സൊസൈറ്റിയെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഇതാണ്. പക്ഷെ സൊസൈറ്റിയെ ബെറ്റർ ആക്കാൻ വേണ്ടി നമുക്ക് സിവിൽ സർവീസ് ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് നമ്മൾ ഒരു നല്ല സിറ്റിസണായിട്ട് ജീവിച്ച, ഒരു ഹാർമണി ജീവിച്ച സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി നല്ലതാവും. നമ്മൾ നമ്മുടെ സിറ്റിസൺ ആയിട്ടുള്ള ഡ്യൂട്ടി ചെയ്താൽ നമ്മളൊരു റാഷണൽ ഹ്യൂമൻ ബീങ് ആയി, ഒരു എംപത്തറ്റിക് ഹ്യൂമൻ ബീങ് ആയിട്ട് ജീവിച്ച ഇറ്റ്സ് ഗുഡ്. ഈവൻ ആൻ എഞ്ചിനീയർ, എന്റെ ട്രേഡ് ആയിരുന്നു സിവിൽ എഞ്ചിനീയറിംഗ്. ഇപ്പൊ നല്ലൊരു സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടെങ്കിൽ തന്നെ സൊസൈറ്റി ഇംപ്രൂവ് ആവും, നല്ല ബിൽഡിങ്സ് ഉണ്ടാവും, നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവും. സോ സിവിൽ സർവീസ് ഞാൻ തിരഞ്ഞെടുക്കാനുള്ള കാരണം വാസ് നോട്ട് ജസ്റ്റ് ദിസ്. സോ ഹെൽപ്പിംഗ് സൊസൈറ്റി ഉണ്ടായിരുന്നു, പക്ഷെ സിവിൽ സർവീസിന്റെ ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഭയങ്കര നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ ലോകത്ത് എവിടെ പോയാലും നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇഷ്ടംപോലെ റെസ്പോൺസിബിലിറ്റി കിട്ടും, ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടും. ഇപ്പൊ നമ്മളൊരു IAS ഓഫീസറിനെ എടുക്കുകയാണെങ്കിൽ തന്നെ യു ക്രാക്ക് അറ്റ് ദ ഏജ് ഓഫ് 22 to 35. ഇപ്പം കുഞ്ഞുകുട്ടികൾക്ക് ഇതൊക്കെ വലിയ പ്രായമായിട്ട് തോന്നും, പക്ഷെ ഈ നാച്ചുറൽ ലൈഫ് 22, 23, 25 ഒക്കെ വളരെ ചെറിയ വയസ്സാണ്. അപ്പൊ നമ്മൾ ഈ എക്സാം ക്രാക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു പൊസിഷനാണ് കിട്ടുന്നത്. ഇപ്പം SDM കിട്ടും, സബ് കളക്ടർ ആയിട്ട് കിട്ടും. അപ്പൊ നമുക്ക് ആക്ച്വലി വളരെ നല്ല ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഇപ്പൊ IPS ആണെങ്കിൽ നമ്മൾ ഡയറക്ട്ലി ASP ആവും. അപ്പൊ ASP ആവുന്ന വെച്ചാൽ നമുക്ക് ഇഷ്ടംപോലെ പോലീസാണ് നമ്മുടെ സബോർഡിനേറ്റ്സ് ആയിട്ട്. അപ്പൊ അവരുടെ കൂടെ നമുക്ക്
കരിയറിൽ സ്റ്റാർട്ടിങ്ങിന് തന്നെ നമുക്ക് കുറെ ആൾക്കാരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എന്റെ സെക്കൻഡ് ഫിലോസഫി ഇൻ ടേക്കിംഗ് സിവിൽ സർവീസ് ഇസ് ദാറ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സോഷ്യൽ ഓർഗനൈസേഷൻ ആണ് ഗവൺമെന്റ്. ഗവൺമെന്റ് ഇസ് സപ്പോസ് ടു ടേക്ക് കെയർ ഓഫ് പീപ്പിൾ. അപ്പം ഗവൺമെന്റ് നല്ലോണം വർക്ക് ചെയ്യുവാണെങ്കിൽ കൺട്രി നല്ലോണം പ്രോഗ്രസ് ചെയ്യും, ആൾക്കാരുടെ ലൈഫ് ഒന്നുകൂടെ ബെറ്റർ ആവും. അപ്പം അതുകൊണ്ടാണ് സിവിൽ സർവീസ്. പിന്നെ തേർഡ് ഇസ് ഇറ്റ്സ് വെരി ചാലഞ്ചിങ് തിങ്. ഇത് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പം നമുക്കൊരു ചാലഞ്ചിങ് തിങ് എടുക്കുമ്പോൾ നമ്മൾ തന്നെ ലൈഫിൽ കുറച്ചുകൂടെ എക്സ്പീരിയൻസ് എക്സ്പാൻഡ് ആവും, എക്സ്പോഷർ കൂടും. ഇപ്പൊ നമ്മൾ അത് സക്സസ്ഫുൾ ആയാലും ഫെയിലിയർ ആയാലും സിവിൽ സർവീസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ കുറെ സാധനം പഠിക്കും. നമ്മുടെ ചിന്താഗതി, നമ്മുടെ തോട്ട് പ്രോസസ് ഒക്കെ കുറെ ഇംപ്രൂവ് ആവും. സോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് എടുത്തത്. താങ്ക് യു മാം. മാം ഒരു ചോദ്യം കൂടെ. മാം ഇപ്പൊ കുട്ടികൾ ചെയ്യേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ് പ്രശ്നം എന്ന് വെച്ചാല് അവരുടെ സ്കൂളിൽ നിന്ന് തന്നെ കുറെ ആക്ടിവിറ്റീസ്, പഠനത്തിന്റെ ഭാഗമായിട്ട് തന്നെ കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അവർക്ക് ഈ പറഞ്ഞ പുസ്തകത്തിൽ നിന്നും വെളിയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പൊ അത് അവിടെ ഒരു ടൈം മാനേജ്മെന്റ് അവർക്ക് ആവശ്യമാണ്. അപ്പൊ അതിനകത്ത് അവർക്ക് ശരിക്കും പറഞ്ഞാൽ അവരുടെ ട്യൂഷനും അവരുടെ സ്കൂളിലെ പഠനവും അവരുടെ ഓൺലൈൻ ക്ലാസ്സുകളും കഴിയുമ്പോഴേ ഈ പറഞ്ഞ വെളിയിലേക്കൊന്ന് ഇറങ്ങി മുറ്റത്തെ പുഷ്പത്തെ നോക്കാൻ പോലുള്ള ഒരു ടൈം അവർക്ക് ഇല്ലാത്തതാണോ അതോ അത് ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാത്തതാണോ എന്നറിയില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് നന്നായി ഒന്ന് മാനേജ് ചെയ്യാൻ പറ്റുക? കുട്ടികളെ ഒന്ന് സഹായിക്കും, എങ്ങനെ അതൊന്നും ടൈം മാനേജ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ? എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്കൂൾ വർക്ക് കൂടുതൽ എസ്പെഷ്യലി ഓൺലൈൻ ആയിട്ട് സംഭവം മാറിയപ്പോൾ തൊട്ട് ഇച്ചിരി കഷ്ടമാണ്, വെദർ ഫോർ പേരൻസ് ഓർ ഫോർ കിഡ്സ്. ബിക്കോസ് നമ്മുടെ ആ ഇന്ററാക്ഷൻ, നമ്മുടെ ആ കുട്ടികൾക്ക് വേണ്ട ഡെവലപ്മെന്റ് നടക്കാൻ ഇച്ചിരി പാട് തന്നെയാണ് ത്രൂ ഓൺലൈൻ ക്ലാസ്സസ്. പിന്നെ അതിന്റെ പുറത്ത് ഈ ഹോംവർക്ക് അതൊക്കെ എക്സ്റ്റെൻസീവ് ആയിട്ട് കൂടുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് സ്കൂൾ അതോറിറ്റീസ് ഷുഡ് തിങ്ക്. പക്ഷെ അതല്ലാതെ ഇപ്പം ടൈമിന്റെ കുറവുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം കിഡ്സ് എങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്നു, എങ്ങനെ ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നു, അതിനകത്ത് എന്തോ അവർ കാണുന്നതെന്ന് അറിയണം. ബിക്കോസ് ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു ബെനിഫിറ്റ് കിട്ടുന്നത് കുറച്ച് ബെനിഫിറ്റ് ഉണ്ട്, പക്ഷെ അത് ടൈം ഇഷ്ടം പോലെ പോവും. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന അത്ര ഒരു ബെനിഫിറ്റ് ചിലപ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ പാടായിരിക്കും. അതേ സമയത്ത് നമ്മൾ പുറത്തു പോയി കളിക്കുന്നത്, ഫ്രണ്ട്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ഇൻ പേഴ്സൺ, അതാണ് നമ്മുടെ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യാനും നമ്മുടെ ഒരു യുനോ ഡെവലപ്മെന്റിനും ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഈ ഒത്തിരി സ്കൂൾ ഇങ്ങനെ ഹോംവർക്ക് തരുവാണെങ്കിൽ ഐ തിങ്ക് പേരൻസ് ഷുഡ് സേ, ബിക്കോസ് സംടൈംസ് ഈവൻ പേരൻസ് ഹാവ് ദിസ് ഫീലിംഗ് ഇൻ കേരള എസ്പെഷ്യലി. ഐ ഹാവ് നോട്ടീസ് ലൈക്ക് പിള്ളേര് ബുക്കിനകത്ത് ഇങ്ങനെ തലയും വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ സംടൈംസ് ദേ ടെൻഡ് ടു ഫീൽ ഓ മൈ കിഡ് ഈസ് വെരി ഗുഡ്, എല്ലാം നല്ലോണം സംഭവിക്കുന്നുണ്ട്, ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. പക്ഷെ ഒരു കാര്യം അതാണ്, നമ്മൾ മനസ്സിലാക്കണം, വെറുതെ പുസ്തകത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു വലിയ ഒരു നല്ലൊരു പേഴ്സണാലിറ്റി, ഒരു നല്ലൊരു സിറ്റിസൺ ആവാൻ വേണ്ടി പാടാണ് അതും. അപ്പം സ്കൂളിൽ നിന്ന് ഹോംവർക്ക് റാഷണലൈസ് ചെയ്യേണ്ട ആവശ്യമാണ്. പിന്നെ അതല്ലാതെ കിഡ്സ് എന്താ ചെയ്യേണ്ടതെന്ന്, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയുടെ സംഭവങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ടൈം മാനേജ്മെന്റ്, ടൈം ടേബിൾ ഒക്കെ വെച്ച് ചെയ്യാം. പക്ഷെ അത് എത്രത്തോളം അത് ഫൺ, മേ ബി ഇറ്റ് വിൽ ടേക്ക് അവേ ദ ഫണ്ട്സ്. ഐ വുഡന്റ് സജസ്റ്റ് ദാറ്റ്. പക്ഷെ എന്തെങ്കിലും പിള്ളേർക്ക് ഗോൾ ഉണ്ട്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സ്പോർട്സിന്റെ ഗോൾ, ഒളിമ്പിക്സ് മെഡൽസിന്റെ ഗോൾ, അങ്ങനെയൊക്കെയുള്ള പിള്ളേരാണെങ്കിൽ ഐ തിങ്ക് ദേ വിൽ ഷുഡ് പ്രയോറിറ്റൈസ് ദയർ സ്പോർട്സ്. എന്ത് സംഭവിച്ചാലും ദേ ഷുഡ് ഗോ ഔട്ട്, പ്ലേ ട്രെയിൻ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ നോക്കണം. Thank you. Excuse me. I am Abel, time manager of today's event. Our meeting has reached a duration of 50 minutes. Only 40 minutes to left to end the meeting. Thank you. ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു 2 minutes കൂടെ, 2 minutes കഴിഞ്ഞാൽ നമുക്ക് അടുത്തൊരു ക്ലാസ് ഉണ്ട് മാം. നമ്മുടെ അസ്ന അൻവറിന്റെ ഒരു ക്ലാസ് ഉണ്ട്.
ഗാന്ധിജി ജീവിതവും സമരവും എന്ന വിഷയമായിട്ട് ബന്ധപ്പെട്ട്. അതിനുശേഷം നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോ 2 മിനിറ്റൂടെ മാമിനോട് കൂടുതൽ സമയം ഇരിക്കണം എന്നും കൂടുതൽ ചോദ്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ഈവെന്റിന്റെ ആ ഒരു ടൈം കൺസ്ട്രെയിന്റ് കാരണമാണ്. ടൈം മാനേജർ പറഞ്ഞ പോലെ ആർക്കെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് കൂടെ സമയം ചോദ്യങ്ങൾ ചോദിക്കാൻ. 2 മിനിറ്റ്. ഞാൻ ചോദിച്ചോട്ടെ, കേൾക്കാമോ? യെസ് യെസ്, കേൾക്കാം കേൾക്കാം. മാമിനോടാണ്. മാമിന് ഇപ്പം ജോബില് എഡ്യൂക്കേഷണൽ സെക്ടറില് മാമിന് ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്ത് കാര്യമായിരിക്കും മാം ചേഞ്ച് ചെയ്യാൻ, ഇപ്പൊ കറന്റ്ലി ഉള്ളതിൽ നിന്ന് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം? കറന്റ് എഡ്യൂക്കേഷണൽ സിസ്റ്റത്തില് മാമിന് അവിടെ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ എന്ത് ചേഞ്ച് ആണ് യു ആർ തിങ്കിങ് ടു ഡു? I think നമ്മൾ ഈ ഫിൻലൻഡിലൊക്കെ കാണുന്ന സിസ്റ്റം ഇല്ലേ, ഇപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് വെച്ചാൽ റിവാർഡിങ് മെറിറ്റ് ആണ്. നല്ലോണം പഠിപ്പിക്കും. ഇപ്പൊ നല്ലോണം പഠിക്കുന്ന പിള്ളേരുണ്ടെങ്കിൽ അവര് നല്ലോണം പഠിച്ച് IITC പോവും, അവര് സക്സസ്ഫുൾ ആവും. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റമിൽ നിന്ന് വരുന്ന ആൾക്കാര് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ട് ഭയങ്കര വലിയ CEOs ഒക്കെ ആവുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ അത്രയും കോമ്പറ്റേറ്റീവ് ലെവലിൽ ചെയ്യാൻ പറ്റുന്ന പിള്ളേര് അവര് ലാഗ് ബിഹൈൻഡ് ആവും. സോ വാട്ട് ഐ വാണ്ട് ഇസ് ദാറ്റ് നമ്മൾ ഈ സിസ്റ്റത്തിനകത്ത് എസ്പെഷ്യലി ചെറിയ ക്ലാസ്സിനകത്ത് അത്രയും റോട്ട് ലേണിംഗ് കൊടുക്കാതെ സിലബസ് ഒക്കെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മുടെ പിള്ളേർക്ക് വേണ്ടി നമ്മൾ കുറച്ചുകൂടെ കരിക്കുലംസ് ആഡ് ചെയ്യണം. ഒന്നെന്ന് വെച്ചാൽ വാല്യൂ എഡ്യൂക്കേഷനിലെ കരിക്കുലം ആഡ് ചെയ്യണം. അവര് എത്തിക്സ്, ഇന്റഗ്രിറ്റി അതിനെ പറ്റിയൊക്കെ പഠിക്കണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ജപ്പാനിലെ ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ്. അവിടെ പിള്ളേര് തന്നെയാണ് സ്വന്തം ക്ലാസ്സസും അതൊക്കെ ക്ലീൻ ആക്കി, അത് എന്ത് സാധനങ്ങൾ അവർ ചെയ്യണം അവർ ഭയങ്കര ഓർഡർലി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവര് ആ സ്കൂൾ സിസ്റ്റമിൽ നിന്ന് പുറത്ത് വരുമ്പോഴും അവര് ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ട് എവിടെ പോയാലും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, ഓർഡർലി ആയിട്ടിരിക്കും. അപ്പൊ അതുപോലത്തെ ഒരു സിസ്റ്റം എനിക്ക് ഇഫ് ഇറ്റ് ഈസ് വേർ ഇൻ ഇന്ത്യ ഓൾസോ ഇറ്റ് വിൽ ബെനിഫിറ്റ് അ ലോട്ട്. പിന്നെ എന്താണ്, പിന്നെ സ്പോർട്സ് ഫെസിലിറ്റീസ് എല്ലാ സ്കൂളിലും വേണം. ആൻഡ് സ്പോർട്സിന് നമ്മൾ എസ്പെഷ്യലി എക്സ്ട്രാ ഇൻട്രസ്റ്റ് കൊടുക്കണം. പിള്ളേരുടെ സ്പോർട്സ് ഫെസിലിറ്റീസ് മാത്രമല്ല അവരുടെ ന്യൂട്രീഷൻ. ഇപ്പൊ നമ്മൾ മിഡ് ഡേ മീൽ സ്കീംസ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അതല്ലാതെ എല്ലാവർക്കും എത്ര ന്യൂട്രീഷൻ ലെവൽ ഉണ്ട്, അവർ ഹെൽത്തി ആയാലേ നമുക്ക് സ്പോർട്സിലോട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. സോ അത് ഫെസിലിറ്റീസും വേണം. എന്നിട്ട് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഉള്ള പിള്ളേരെ ഫെസിലിറ്റീസ് കൊടുക്കണം. എല്ലാ സ്കൂളിലും അത് പറ്റബിൾ ടു ഡു ദാറ്റ്. സോ ഐ തിങ്ക് ഐ വുഡ് ലൈക്ക്, സോ അതൊക്കെയാണ് ഐ ഹോപ്പ് ദാറ്റ് വി അച്ചീവ് ഇൻ അവർ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം. മാം, ഗുഡ് ഈവനിങ് മാം. എന്റെ പേര് നീരജ. ഞാൻ വിഷമൂർ 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പൊ ഞാൻ പത്രത്തിൽ വായിച്ചു മാം IFS ആണ് ചൂസ് ചെയ്തതെന്ന്. അപ്പം IFS ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണ് മാം? ഇപ്പം നമ്മള് സാധാരണ ആൾക്കാര് ഇപ്പം ഡേ ടു ഡേ ലൈഫിലാണെങ്കിൽ നമ്മൾ IAS ഓഫീസേഴ്സിനെ കാണും, IPS ഓഫീസേഴ്സിനെ കാണും. അതും നമ്മൾ കാണുന്ന SPM കളക്ടറിനെയാണ്. പക്ഷെ നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു കൺട്രി നടന്നു പോകണമെങ്കിൽ അത് ഭയങ്കര ഡിഫറെന്റ് സർവീസസ് ഉണ്ട്. അപ്പൊ ഈ സർവീസസ് എല്ലാം അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോഴാണ് ഒരു കൺട്രി പ്രോഗ്രസ്സും ഡെവലപ്പും ചെയ്യുന്നത്. അപ്പം എനിക്ക് IFS എസ്പെഷ്യലി ഇഷ്ടപ്പെടാനുള്ള കാര്യം, ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് അതിന്റെ സബ്ജക്ട് മാറ്റർ, ഡിപ്ലോമസി, ഇന്റർനാഷണൽ റിലേഷൻസ്, അതൊക്കെ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇൻഫാക്ട് ഞാൻ സിവിൽ സർവീസിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
എനിക്ക് ഇന്റർനാഷണൽ റിലേഷൻസും ഇങ്ങനെ കൺട്രീസ് തമ്മിലുള്ള ബാക്കി കൺട്രീസിൽ എന്താ സംഭവിക്കുന്നത് അത് എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ IFS ഒരു വൈഡ് ഇമ്പാക്ട് ഉണ്ട്. ഇപ്പം ഒരു ഡിപ്ലോമാറ്റ് എന്ന് വെച്ചിട്ട് ഒരു IFS ഓഫീസർ എന്താ ചെയ്യുന്നതെന്ന് ഒരു സാധാരണപ്പെട്ട ഒരു മനുഷ്യന് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് അവര് വേറെ കൺട്രിയാണ് വർക്ക് ചെയ്യുന്നത്, അവര് ഭയങ്കര അനോണിമസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവര് ചെയ്യുന്ന ഓരോ കാര്യത്തിനും ഇമ്പാക്ട് കാണും. ഇപ്പൊ ഒരു ട്രേഡ് ഡീൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിന് നല്ലതാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ജോബ് ഇൻക്രീസ് ആവും, GDP ഇൻക്രീസ് ആവും. അപ്പൊ അവരുടെ ഒരു വൈഡ് ഇമ്പാക്ട് ഉണ്ട്. പിന്നെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടം ഇത് ഭയങ്കര ഒരു വെറൈറ്റി ജോബാണ്. നമ്മൾ ഗ്ലോബിൽ തന്നെ പല സ്ഥലത്തും 3 വർഷം ഇരിക്കുമ്പോൾ ചേഞ്ച് ചെയ്ത് അവിടെ പോയി ചെല്ലണം, അവിടുത്തെ കൾച്ചർ പഠിക്കണം, അവിടുത്തെ ആൾക്കാരെ കുറിച്ച് പഠിക്കണം, അവരുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യണം. അപ്പം ഇത് ഭയങ്കര ഒരു വേഴ്സറ്റൈൽ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. സോ ഐ വാസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ദാറ്റ്. അപ്പൊ എനിക്ക് ജെന്യുവൻ ആയിട്ട് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഫോറിൻ സർവീസ് ചൂസ് ചെയ്തത്. താങ്ക് യു മാം. മാം മാം എന്റെ പേര് ഏഞ്ചൽ ജോബിഷ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. Excuse me. മാം എനിക്കൊരു ഡൗട്ട് ഉണ്ട്. എന്റെ പേര് ഏഞ്ചൽ ജോബിഷ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ ടൈം മാനേജർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ടൈം മാനേജ്മെന്റ്. ഓക്കെ. അപ്പം ജീവിതത്തിലെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള റിസോഴ്സസ് ആണ് ടൈം. ബിക്കോസ് ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എസ്പെഷ്യലി ബിക്കോസ് നമുക്കൊരു ലിമിറ്റഡ് ടൈമേ ഉള്ളൂ ഈ എർത്തിൽ. അപ്പം നമ്മൾ എന്താ ഒരു ഞാൻ പറയത്തില്ല ലൈക്ക് ഓരോ സെക്കൻഡും നമ്മൾ പ്രൊഡക്റ്റീവ് ആയിട്ട് തന്നെ ഇരിക്കണമെന്ന്. പക്ഷെ ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് നമുക്കൊരു സബ് കോൺഷ്യസ് ആയിട്ട് ഒരു അറിവ് വേണം. ഇപ്പം പലരും ഉണ്ട് അവര് നമ്മൾ പ്രൊഡക്റ്റീവ് ആയിക്കില്ല. ഇപ്പം പഠിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ചുമ്മാ ബുക്ക് തുറന്നു വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കി ഇരുന്ന് ടൈം അങ്ങ് വേസ്റ്റ് ആവും. അപ്പം ചിലപ്പോൾ ഒരു 5 മിനിറ്റ് പഠിക്കാനുള്ള സാധനം നമ്മൾ അരമണിക്കൂർ ഇങ്ങനെ ബുക്ക് നോക്കി ഇരുന്ന് വേസ്റ്റ് ആക്കി കളയും. സോ അത് ഒരു വേസ്റ്റ്ഫുൾ മാനേജ്മെന്റ് ആണ്. ഇപ്പം പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ സമയത്ത് പോയി കളിക്കണം. ഓക്കെ, കളിക്കുന്ന ഒരിക്കലും ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല, അത് നമ്മുടെ ഒരു ഡെവലപ്മെന്റിന് വളരെ ആവശ്യമുള്ള സംഭവമാണ്. ഈ വെറുതെ ഇരിക്കുന്ന പോലും ടൈം വേസ്റ്റ് അല്ല, ബിക്കോസ് നമുക്ക് റിലാക്സ് ചെയ്യാൻ ടൈം വേണം അല്ലെ. ഇങ്ങനെ ചുമ്മാതെ ഒരു കാര്യം ചെയ്യാനിരുന്നിട്ട് അത് ചെയ്യാതെ ബാക്കി പലതും ചിന്തിച്ച് ടൈം വേസ്റ്റ്, അത് കുറച്ച് ടൈം വേസ്റ്റ് ആണ്. അപ്പം നമ്മൾ ആ ടൈമിൽ ആ ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും. ഇപ്പം ഡേ ഡ്രീം ചെയ്യുന്നത് ഒരു തെറ്റായിട്ടുള്ള സംഭവമല്ല. ബിക്കോസ് ഡ്രീം ചെയ്താലെല്ലാം നമുക്ക് സംഭവങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഗോൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് മേ ബി യു വോണ്ട് ടു ഒരു സ്റ്റുഡന്റ് ആണെന്ന് വെച്ചോ, അപ്പം നിങ്ങൾക്ക് കുറെ ഹോബീസ് ഉണ്ട്. മേ ബി ഫുട്ബോൾ കളിക്കുന്നതായിരിക്കും ഹോബി, പിന്നെ ചിലപ്പം ഗിറ്റാർ വായിക്കുന്നതായിരിക്കും ഹോബി, അപ്പം പഠിക്കാൻ പോകുന്നതായിരിക്കും, പിന്നെ പഠിക്കണമല്ലോ എല്ലാവരായാലും. അപ്പൊ ഈ 3 സാധനങ്ങൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളപ്പം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ വേസ്റ്റ്ഫുൾ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വെച്ചോ, 3 മണിക്കൂർ ഹോംവർക്ക് എഴുതേണ്ട അവിടെ കുത്തിയിരുന്നിരുന്ന് അങ്ങനത്തെ ചെയ്യാതെ യു ക്യാൻ ക്രിയേറ്റ് എ ടൈം ടേബിൾ. ലൈക്ക് ഇന്ന് ഞാൻ ഇത്രയും ഹോംവർക്ക് ചെയ്യും, ഞാൻ ഇന്ന് ഇത്രയും ഗിറ്റാർ വായിക്കാൻ പോകും, അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ ഞാൻ ഗിറ്റാർ ക്ലാസ്സസിന് പോകും, ദിവസവും വൈകുന്നേരം ഞാൻ 1 മണിക്കൂർ ഫുട്ബോൾ കളിക്കും, പിന്നെ ദിവസം ഞാൻ എൻ്റെ ഹോംവർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പം നിങ്ങൾ ഇത് ചെയ്യണം, പിന്നെ ഇത് ചെയ്യണം. പിന്നെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടനെ അവിടുന്ന് എണ്ണീറ്റ് പോയി വേറെ വല്ലതും ചെയ്യാം, റിലാക്സ് ചെയ്യാം. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇപ്പം എക്സ്റ്റെൻസീവ് ആയിട്ട് ചെയ്യുന്നവർ ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി ചെയ്യാറുണ്ട്. അപ്പം ഞാൻ സാധാരണ ടൈം ടേബിൾ ഒന്നും ചെയ്യാറില്ല. പക്ഷെ കോൺസെൻട്രേഷൻ, എനിക്കൊരു സാധനം പ്രൊഡക്റ്റീവ് ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ അത് ഞാൻ നിർത്തി വെച്ചിട്ട് വേറെ വല്ലതും ചെയ്യും. അപ്പൊ അത് വെറുതെ ഇരുന്ന് റിലാക്സ് ചെയ്യാനാണോ അതോ ഗിറ്റാർ വായിക്കാനാണോ വായിക്കാനാണോ അത് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മുടെ എങ്ങനെ നമ്മൾ ഓരോ സെക്കൻഡ്സ്, 5 മിനിറ്റ്സ്, 10 മിനിറ്റ്സ്, ഓരോ അവർ യൂസ് ചെയ്യുന്നു, അത് വെച്ച് നമ്മളൊരു ഡിഫറൻസ് വരും നമ്മുടെ ലൈഫിൽ. Thank you, ma'am. I guess that's it. Thank you, ma'am. Thank you.